നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്. തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിജയ് വന്നപ്പോൾ പുത്തനച്ച് പുരപ്പുറം തൂക്കും എന്നൊക്കെ നമ്മൾ കരുതി. പുരപ്പുറം മാത്രമല്ല തൂത്തിരിക്കുന്നത്, മൊത്തത്തിൽ ക്യാബിനറ്റിൽ വരെ കയറി തൂപ്പ് തുടങ്ങി. പക്ഷെ അത് വിജയ് ഒരു സിനിമാ മേഖലയിൽ നിന്ന് വന്ന ഒരു നവ രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണോ എന്നറിയില്ല. ഇത്തരം കാര്യങ്ങളിൽ വലിയ അവഗാഹമില്ലെങ്കിൽ എവിടെയെങ്കിലും പഴയ കീഴ്വഴക്കങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരുന്നേ. തമിഴ്നാട് സർക്കാരിൻ്റെ ക്യാബിനറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളെയും നിയമം പ്രകാരം ഒഫീഷ്യൽ സീക്രസി ആക്ട് പ്രകാരം സംസ്ഥാന ചീഫ് സെക്രട്ടറി മാത്രമേ അതിൽ പങ്കെടുക്കാറുള്ളൂ, അല്ലേ? അതെ. ഇത് മന്ത്രിമാരുടെ പേഴ്സണൽ സെക്രട്ടറിക്ക് പോലും പങ്കെടുക്കാൻ പറ്റില്ല. അതായത് ഔദ്യോഗിക രേഖകൾ, ക്യാബിനറ്റിൽ വരുന്ന രേഖകളിൽ മന്ത്രിമാർ തമ്മിലുള്ള ആ ഒരു സത്യപ്രതിജ്ഞ എടുത്ത ഓത്ത് ഓഫ് സീക്രസിയാണ് ഒഫീഷ്യൽ സീക്രസി ആക്ട് പ്രകാരം സംരക്ഷിക്കപ്പെടുന്നത്. അതെ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാവനതയും സുരക്ഷിതത്വവും അല്ലെങ്കിൽ ഒരു രഹസ്യാത്മകതയുണ്ട്. അതെ അതെ. പക്ഷെ ഇവിടെ ജോൺ ആരോഗ്യസ്വാമി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഇലക്ഷൻ സമയത്ത്. വിജയിയെ മുഖ്യമന്ത്രിയാക്കിയ വിജയിൻ്റെ ആന്ധ്രാക്കാരനായ PR ടീമിൻ്റെ മേധാവി ജോൺ ആരോഗ്യ, കടുത്ത ഇവാഞ്ചലിസ്റ്റുകാരനാണ്, അറിയാലോ. അതെ. പിന്നെ ഒരു വിഷ്ണു റെഡ്ഡി, അതാരാണെന്ന് വ്യക്തമല്ല. പക്ഷേ വളരെ ചെറുപ്പം മുതലെയുള്ള സുഹൃത്താണ്, വ്യവസായിയാണ്. അതെ, ആന്ധ്രാക്കാരനാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഇപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഉപദേഷ്ടാക്കളാണത്രേ. ഇവർക്ക് സെക്രട്ടേറിയറ്റിൽ വിജയുടെ മുറിയോട് ചേർന്ന് പ്രത്യേക സംവിധാനങ്ങളും ഒക്കെ ചേംബർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി എന്തുമാത്രം ചെയ്താലും എന്തൊക്കെ ചെയ്താലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കോ ഒന്നും ഒരു സംസ്ഥാനത്തും ക്യാബിനറ്റിൽ പങ്കെടുക്കാനുള്ള അവകാശമോ അധികാരവുമില്ല, അനുമതിയില്ല. പക്ഷെ ഇവർ രണ്ടുപേരും പങ്കെടുക്കുന്നു. അപ്പോൾ അത് വിജയുടെ ഏകാധിപത്യപരമായ തീരുമാനമാണ്. പക്ഷെ അതൊരു ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഗുരുതരമായ കുറ്റാണ്, ഗുരുതരമായ ചട്ടലംഘനമാണ്. അതെ, ഈ ഒഫീഷ്യൽ സീക്രസി ആക്ട് വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ അനുസരിച്ച് ഈ സർക്കാരിനെ പിരിച്ചുവിടാം. അതും ചെയ്യാം. കാരണം ഒഫീഷ്യൽ സീക്രസി ആക്ട് ലംഘിച്ചു എന്ന് DMKയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി RS ഭാരതിയാണ് ആദ്യം അതൊരു 4 ദിവസം മുമ്പ് സംസ്ഥാന DGPക്ക് FIR ഇട്ട് നിഷ്പക്ഷമായിട്ട് FIR ഇടാൻ പറഞ്ഞു. കാരണം FIR വേണം, ഇന്ന പർപ്പസിൽ ഇന്ന 2 പേർ ക്യാബിനറ്റിൽ പങ്കെടുത്തു എന്നുള്ളത് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് FIR ഇടണം. അങ്ങനെ FIR ഇട്ട് അന്വേഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ അത് നടന്നില്ല. അപ്പോഴത്തേക്കാണ് DMK ആവശ്യപ്പെട്ടാൽ DGP അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് DMKയുടെ MLA മാരോ പാർലമെന്ററി പാർട്ടി ലീഡറോ പ്രതിപക്ഷ നേതാവോ ഒക്കെ ആവശ്യപ്പെട്ടാൽ പോലും DGPക്ക് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ, കാരണം അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. അതിൽ വേണമെങ്കിൽ ജോൺ ആരോഗ്യസ്വാമിക്കും ഇയാൾക്കും ഒരു നോട്ടീസ് കൊടുത്ത് വിഷ്ണു റെഡ്ഡിയെ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്യാം. പക്ഷെ അങ്ങനെ ചോദ്യം ചെയ്യണമെങ്കിൽ പോലും ഒരു FIR വേണം. അപ്പം തമിഴ്നാട് മുഖ്യമന്ത്രിയെ അന്വേഷിക്കണമെങ്കിൽ അത് കേന്ദ്രത്തിൽ നിന്നുള്ളതല്ല, അത് ഗവർണർ അതിനകത്ത് ഇടപെടണം. അതുകൊണ്ടാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ ഒരു പരാതി കൊടുത്തു. അതെ, കഴിഞ്ഞ ഈ ഇലക്ഷൻ കഴിഞ്ഞ് BJPയുടെ ഗ്യാസ് പോയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. പക്ഷെ BJP ഒരു ശക്തമായ സാന്നിധ്യം അവിടെ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ഈ ഒരു സംഭവത്തിൽ. അപ്പോൾ അമിത്ഷായെ കണ്ടിട്ട് തിരിച്ചു വന്ന ഗവർണർ തമിഴ്നാട്ടിൽ ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കർക്ക് താൽക്കാലിക ചുമതല കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ നയനാർ നാഗേന്ദ്രൻ പരാതി കൊടുത്തത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഈ ഗവർണർ, പ്രസിഡന്റിൻ്റെ പ്രതിനിധിയാണ് ഗവർണർ. ആ ഗവർണർക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത് ഇവർ. ഈ ഗവർണറാണ് നമ്മുടെ ഈ ഭരണഘടനാ സംവിധാനം അനുസരിച്ച് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ. ഈ ഗവർണർ മുഖാന്തിരമാണ് ഭരിക്കുന്നത്. പ്രസിഡന്റാണ് നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷകൻ, അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയാണ് ഗവർണർ. അപ്പോൾ സംസ്ഥാനത്ത് ഭരണഘടനയെ സംരക്ഷിക്കുന്നയാൾ ഗവർണറാണ് വാസ്തവത്തിൽ. അപ്പോൾ ഭരണഘടനാപരമായ എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അധികാരങ്ങളും ഒക്കെ ഇതിൽ നിക്ഷിപ്തമാണ്, ഗവർണറിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ഗവർണർക്ക് DGPയോട് പറയാം, നിർദ്ദേശിക്കാം FIR ഇടാൻ. ഗവർണർക്ക് കേന്ദ്രത്തിന് കത്തെഴുതാം, ഇവിടെ ഇങ്ങനൊരു വലിയ പ്രശ്നം നടന്നിട്ടുണ്ട്, ഇതൊരു ഭരണഘടനാ ലംഘനമാണ്, ഇത് ഗുരുതരമായ ചട്ടലംഘനമാണ്. തീർച്ചയായിട്ടും ഈ സർക്കാർ അന്ന് ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് അതിൻ്റെ നോട്ട്സ് ഗവർണർക്ക് വിളിച്ചു വരുത്താം. തീർച്ചയായിട്ടും
മിനിറ്റ്സ് എന്തൊക്കെ രേഖകളാണ് കണ്ടത്. കാരണം അതൊരു നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ രഹസ്യാത്മകമായ ഒരു കാര്യമാണ്. അത് ആ ക്യാബിനറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിൽ പുറത്തു പറയേണ്ടത് മാത്രമേ മുഖ്യമന്ത്രി പറയുള്ളൂ. ഇന്ന് വരെ ക്യാബിനറ്റ് സംബന്ധിച്ച ബ്രീഫിംഗ് ഏതെങ്കിലും ഒരു മന്ത്രി നടത്തിയത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ചിലപ്പോൾ ഒരു കേരളത്തിലൊക്കെ മുഖ്യമന്ത്രിക്ക് അസൗകര്യമാകുന്ന അത് അദ്ദേഹം നിയോഗിക്കുന്ന അത് മുഖ്യമന്ത്രി അതിന് നിയോഗിക്കുമ്പോഴാണ് ആ മന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് ക്യാബിനറ്റ് ബ്രീഫ് ചെയ്യുന്നത്. യുഡിഎഫിന്റെ സമയത്ത് കെ മാണി സാർ ശരിക്കും ഇത് ക്യാബിനറ്റ് ബ്രീഫിംഗ് തുടങ്ങി വെച്ചത് കേരളത്തിലാണ്. അതെ, കേരളത്തിൽ എനിക്ക് തോന്നുന്നു നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തോ കെ കരുണാകരൻ കാലത്തോ ആണ് ക്യാബിനറ്റ് ബ്രീഫിംഗ് തുടങ്ങിയത്. ഞാൻ കൃത്യമായ കെ കരുണാകരന്റെ കാലത്താണ്, നയനാർക്ക് മുമ്പാണ്. അപ്പോൾ നിർത്തിയത് പിണറായിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ വീണ്ടും അത് പുനരാരംഭിച്ചിട്ടുണ്ട്. ജനകീയ മുഖ്യമന്ത്രി എന്ന് പേരെടുക്കണമെങ്കിൽ അതും കൂടെ ഇപ്പൊ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് ബ്രീഫ് ചെയ്യാൻ പാർലമെന്ററി കാര്യമന്ത്രിയാണ് ചുമതലപ്പെടുത്തുന്നത്. അദ്ദേഹമാണ് ഔദ്യോഗികമായിട്ട് ഇത് ക്യാബിനറ്റ് കഴിഞ്ഞാൽ ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് എടുത്ത തീരുമാനങ്ങളുടെ ഒരു ബ്രീഫ് പത്രക്കുറിപ്പായിട്ട് ഇറക്കിയേ പറ്റൂ സർക്കാരിന്. ജനങ്ങളെ അറിയിക്കേണ്ടത് അതിന് PRD വഴി ഒരു പത്രക്കുറിപ്പ് ഇറക്കും. കേന്ദ്രത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി ഇൻഫർമേഷൻ മുമ്പത് മതിയായിരുന്നു. ഇപ്പൊ ഈ ദൃശ്യമാധ്യമങ്ങൾ വന്നതോടെ അവർക്ക് വിഷ്വൽസ് വേണം, നേരിട്ട് സംസാരിക്കണം. അപ്പൊ അവർക്കൊരു വാർത്ത കൊടുക്കണമെങ്കിൽ അതൊക്കെ നിർബന്ധം പ്രകാരം സംഭവം വിവരം പുറത്തു വരണമെന്നേ ഉള്ളൂ. പിന്നെ സർക്കാർ ഇപ്പൊ ദൃശ്യമാധ്യമങ്ങളോടാണല്ലോ മൈലേജ് കൂടുതൽ. അതൊക്കെ സർക്കാരിന്റെ സൗകര്യം പോലെ ചെയ്യാം. നമുക്ക് അതിനകത്ത് സർക്കാരിനെ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധിക്കാനൊന്നും ആർക്കും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് വേണ്ട, പത്രക്കുറിപ്പ് വരും, അത് മതി എന്ന് തീരുമാനിച്ചാൽ അത് തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇതിലെ ഈ രഹസ്യാത്മകത നഷ്ടപ്പെടുന്ന വിധത്തിൽ രണ്ടുപേർ, അത് ഒന്ന് ഒരു വ്യവസായി, ഒന്ന് ഉപദേശകൻ, രാഷ്ട്രീയ ഉപദേശകൻ. ഈ രാഷ്ട്രീയ ഉപദേശകൻ്റെ പശ്ചാത്തലം വളരെ ദുരൂഹമാണ് തുടക്കത്തിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നിസ്സാര സംഭവമല്ല. അതുമാത്രമല്ല, വിജയുടെ ജനനായകൻ സിനിമയുടെ നിർമ്മാതാവിന് അദ്ദേഹം ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. PNV പ്രൊഡക്ഷൻസിന്റെ ഉടമ വെങ്കിട്ടരമണ അദ്ദേഹത്തിന് ഡൽഹിയിൽ അതായത് തമിഴ്നാടിന് കേന്ദ്ര സർക്കാരുമായിട്ട് ഇടപെടാനുള്ള ഒരു ലൈസൺ ഓഫീസർ, നമ്മളെ KV തോമസ് അവകാശപ്പെട്ടിരുന്ന പദവി. അതെ, അദ്ദേഹം അവകാശപ്പെട്ടിരുന്ന, അദ്ദേഹം കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നത് പോലെ അവിടെ തമിഴ്നാട് അദ്ദേഹം പറഞ്ഞല്ലോ, തമിഴ്നാട് സർക്കാർ എന്നെ നിയോഗിക്കാൻ പോവുകയാണ്, വിളിച്ചിരുന്നു. കേരളത്തിന് വേണമെങ്കിൽ, സതീശന് വേണമെങ്കിൽ എന്നെ വെച്ചോണം, പക്ഷെ സതീശന് സഹായം വേണ്ട. അദ്ദേഹത്തിന് അല്ലാതെ നേരിട്ട് കാര്യങ്ങൾ അവിടെ ധരിപ്പിക്കാനുള്ള വകുപ്പുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗവർണർക്ക് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇതിലുള്ള അതൃപ്തി അറിയിക്കാം. ഈ വിജയിനെ വിളിച്ചു വരുത്തിയിട്ട് ഈ അതൃപ്തി അറിയിക്കാം. ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ പറഞ്ഞതാണല്ലോ, എൻ്റെ പ്ലഷർ ഇയാളോട് എനിക്ക് പ്ലഷറില്ല, എൻ്റെ പ്ലഷർ ഇയാൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ ഈ മന്ത്രിയിൽ തൃപ്തനല്ല. മറ്റേ സജി ചെറിയാൻ്റെ വിഷയത്തിലാണ് പറഞ്ഞത്, ഓർക്കുന്നുണ്ടാവും, കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചത്. അപ്പോൾ അതുപോലെ ഇവിടെ ഗവർണർക്ക് പ്ലഷർ നഷ്ടമായി എന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാം. അതുകൊണ്ട് വിഷയം തീരില്ല. കാരണം ഒഫീഷ്യൽ സീക്രസി ആക്ട് നേരത്തെ പറഞ്ഞത് ഇതുമായിട്ട് ഞാൻ അതിലേക്ക് വരുന്നു, അത് പറയാം ഞാൻ. അപ്പോൾ ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി ഇതിലൊരു വിശദീകരണം ചോദിക്കുന്നു. മുഖ്യമന്ത്രി ഇതിലൊരു വിശദീകരണം കൊടുത്താൽ അതിൽ ഗവർണർ തൃപ്തനാണോ അല്ലയോ എന്ന വിശദീകരണം കേട്ട് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഇനി വിശദീകരണം തൃപ്തി അല്ലെങ്കിൽ അനന്തര നടപടികളിലേക്ക് ഗവർണർ പോയാൽ എന്ത് ചെയ്യും? ഗവർണർക്ക് ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതാം. ഇത് ഈ സർക്കാർ ഒട്ടും തന്നെ പക്വതയോടുകൂടി പെരുമാറുന്നതല്ല. ഇതിപ്പം ആദ്യത്തെ സംഭവമായതുകൊണ്ട് ഒരു പക്ഷേ അവരത്ര വളരെ എന്താ പറയുക ഗൗരവം ഇതിന് അങ്ങോട്ട് 100% ഗൗരവം കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും അവർ ഈ ഗുരുതരമായ ചട്ടലംഘനം തീർച്ചയായിട്ടും ഗവർണർ അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കും. ഇനി കേന്ദ്രത്തിന് വേണമെങ്കിൽ ഈ താങ്കൾ പറഞ്ഞ ഒഫീഷ്യൽ സീക്രട്സി ആക്ട് ലംഘിച്ചു എന്നുള്ളത് അതൊരു ഗുരുതരമായ ചട്ടലംഘനമാണ്. 356 എടുത്ത് പ്രയോഗിച്ച എന്ത് ചെയ്യും? സർക്കാരിനെ പിരിച്ചുവിട്ടു.
6 മാസത്തേക്ക് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി എന്ത് ചെയ്യും? വിജയനും എല്ലാം ചെയ്യാൻ പറ്റുമോ? ഇന്നത്തെ നിലയ്ക്ക് അങ്ങനൊരു ഇത് വന്നാൽ പാർലമെൻറ്റിൽ ഇവർ പിന്തുണയ്ക്കില്ലേ? DMK പിന്തുണയ്ക്കില്ലേ? തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഈ ഒരു സംഭവം വന്നാൽ പിന്തുണയ്ക്കില്ലേ? കോൺഗ്രസ് എന്ത് ചെയ്യും? കോൺഗ്രസ് ചെകുത്താനും കടലിനും ഇടയ്ക്കാവും. കോൺഗ്രസിൻ്റെ പുറത്ത് DMKയും സമ്മർദ്ദം ചെലുത്തും, വിജയിൻ്റെ പാർട്ടിയും സമ്മർദ്ദം ചെലുത്തും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിജയിൻ്റെ തലയ്ക്ക് മേളിൽ ഒരു ഡെമോക്രസിൻ്റെ വാൾ തൂങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഒന്നാമത്തെ സംഭവമാണ് എന്ന് നമുക്ക് കരുതി ഇതിൻ്റെ ഒരു ഗൗരവം ലഘൂകരിക്കാം. പക്ഷേ ഇത് തുടർന്നാൽ എന്ത് ചെയ്യും? വിജയിനെ സംബന്ധിച്ച് ഭരണപരിചയമില്ല. വിജയിന് ഭരണപരിചയം ഉണ്ടാകണമെന്നില്ല, പക്ഷേ വിജയിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് അതുണ്ടാകണം. ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഇപ്പോൾ ADMK എന്നും DMK എന്നും ഒക്കെ വന്ന ചിലരൊക്കെ അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര ധാരണ ഇല്ല എന്നല്ലേ ഇത് തെളിയിക്കുന്നത്? അല്ലെങ്കിൽ അവർ പറയുന്നത് വിജയ് അനുസരിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അവര് സായിപ്പിനെ കാണുമ്പോൾ പട്ടാളം കവാത്ത് മറന്നു എന്ന് പറയുന്നത് പോലെ വിജയിനെ കാണുമ്പോൾ ഇവരിതൊന്നും പറയാൻ കഴിയാതെ അടക്കി പിടിച്ച് മിണ്ടാതെ നിൽക്കുന്നതാണ് വിജയിനെ ഭയന്ന്. അങ്ങനെയാണെങ്കിലും അതാകാനും സാധ്യതയുണ്ട്. ഇതെല്ലാം കുഴപ്പമാണ്. അപ്പോൾ വിജയ് എന്ന് പറയുന്ന അനുഭവ സമ്പത്തില്ലാത്ത, പക്വതയില്ലാത്ത ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് സിനിമാഭിനയം പോലെ ഒരു കുട്ടിക്കളി, അങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഭരിക്കാൻ പോകുന്നതെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് നെടുവീർപ്പിടാനേ കഴിയുള്ളൂ. തമിഴ്നാട് പോലെ വലിയൊരു ആളോഹരി വരുമാനമുള്ള, നല്ല GDP ഒക്കെയുള്ള, നല്ല കരുത്തുള്ള സാമ്പത്തിക സ്ഥിതി, അവിടെ ഇപ്പോൾ കടമൊക്കെ ഉണ്ട്. 10 ലക്ഷം കോടി രൂപയുടെ കട അവർക്കുണ്ടെന്നാണ് പറയുന്നത്. കൃത്യമായ കണക്കുകൾ നമുക്കറിയില്ല, വാർത്തകളിലൂടെ കിട്ടിയ വിവരങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷെ ആ അത്രയും കടമൊക്കെ ഉണ്ടെങ്കിലും സുസ്ഥിരമായൊരു സാമ്പത്തിക നിലയുള്ള, വരുമാനമുള്ള ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തെ എന്താ പറയുക, ഈ പക്വതയില്ലാത്ത ഇത്തരം പ്രവൃത്തികളിലൂടെ, എടുത്തുചാട്ടത്തിലൂടെ, സാഹസ പ്രവൃത്തികളിലൂടെ ആ സംസ്ഥാനത്തിനെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ സംസ്ഥാന ഭരണം കുത്തഴിഞ്ഞു പോയാൽ അത് വലിയ അപകടം ചെയ്യും. അതാണ് ഇപ്പോൾ വിജയിൻ്റെ ഭരണത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. അതാണ്. കേന്ദ്ര സർക്കാർ അതിന് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തായിരുന്നെങ്കിൽ അവരൊരു പക്ഷേ അത്രയും അങ്ങനെ അനുവദിച്ചാൽ ഇതൊരു കീഴ്വഴക്കം അല്ല, തമിഴ്നാട് പോലൊരു സ്ഥലത്ത് അത് അനുവദിക്കാൻ കഴിയില്ല. ഇപ്പോൾ അല്ലാതെ ഏതെങ്കിലും ഒരു ചെറിയ സംസ്ഥാനത്തിൽ ഇത്തരം ഒരു വീഴ്ച പറ്റി കേന്ദ്ര സർക്കാർ അതിന് അർഹിക്കുന്ന ഗൗരവത്തിൽ അത് പരിഗണിച്ച് അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കും. പക്ഷേ തമിഴ്നാട് ഈ ഇന്ത്യയുടെ GDPയിൽ തന്നെ വലിയ തോതിൽ സംഭാവന ചെയ്യുന്നൊരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക, ഈ എനിക്ക് പറ്റിയൊരു വാക്ക് കിട്ടുന്നില്ല, എന്നുവെച്ചാൽ ഈ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ മതിയോ? എറിയാൻ അറിയാത്തവൻ്റെ കയ്യിൽ കുണി കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ വിജയ് വെറും വിജയിൻ്റെ ഒരു ധാരണ സിനിമയിൽ വന്ന് 4 ഡയലോഗ് അടിക്കുന്നത് പോലെ 4 ഡയലോഗ് അടിച്ചാൽ സംസ്ഥാന ഭരണം നടക്കും എന്നാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നതെങ്കിൽ, അല്ലയോ സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ ജോസഫ് വിജയ്, അങ്ങേക്ക് തെറ്റിപ്പോയി. ഇതങ്ങനെയൊന്നുമല്ല. ഇത് വളരെ പണ്ട് നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ട്, മുതൽവൻ എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു ജേർണലിസ്റ്റിനെ ഒരു ദിവസത്തേക്ക് മുഖ്യമന്ത്രിയാക്കുന്നു അല്ലേ? അങ്ങനെ ഒരു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അയാൾ ചെയ്ത കാര്യങ്ങളും, പിന്നെ അതിനുശേഷം അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും, പിന്നീട് അയാൾ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രിയാകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? അതൊരു തരം ഈ എന്താ പറയുക, സാങ്കല്പിക ജനത്തിന് ആവശ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞ, ജനം ഒരു സിനിമ കാണുന്നത് പോലെയാണ് ഇതൊക്കെ കാണുന്നത്. നമ്മൾ സെക്രട്ടേറിയറ്റിലെ ഒരു ഏറ്റവും താഴെ തട്ടിലൊരു ക്ലർക്കിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കൂ, അയാൾ അടുത്താണ് നമ്മളിത് ചോദിക്കുന്നെങ്കിൽ അയാൾ പറയും ഭ്രാന്താണ്, ഇതൊക്കെ ഭ്രാന്താണ്, ഇങ്ങനെയൊന്നും നടക്കുന്നു ഇവിടെ. കാരണം എന്ന് വെച്ചാൽ ഒരു ഫയൽ എങ്ങനെ ഒരു നിയമം ഉണ്ടാകുന്നു, എങ്ങനെ ഒരു ഫയൽ മൂവ് ചെയ്യണം, എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്, ഇതൊക്കെ ഒരു കേസ് നിസ്സാരം. നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കേസ് കൊടുക്കുന്നു, അവിടെ ഒരു FIR ഇടുമ്പോൾ ആ FIRൻ്റെ ബലം എത്രയാണ്? അത് ബ്യൂറോക്രസി, എക്സിക്യൂട്ടീവ് ആണ്, പക്ഷേ അത് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെ അടുക്കൽ വരെ ഇതിനൊരു ചെയിനുണ്ട്. അതുപോലെ ഇത് കോടതിയിലേക്ക് പോകുന്നു, അവിടെ ഒരു ചെയിനുണ്ട്. കണ്ണിയായിട്ട്
കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കേണ്ട ഘട്ടം ഘട്ടമായിട്ട് ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണോ കയറി, നമുക്കൊരു ഒന്നാമത്തെ നിലയിൽ കയറണം, അതിന് പടിക്കെട്ടുകളുണ്ട്, ആ പടിക്കെട്ടുകളിൽ കൂടെ നമുക്ക് കയറിപ്പോകാൻ പറ്റുള്ളൂ. അതുപോലെയാണ് ഭരണത്തിലും. അതൊക്കെ മറന്നുകൊണ്ട് അതിനെയൊക്കെ അങ്ങ് സിനിമയിൽ കാണുന്നത് പോലെ ഒരാൾ എഴുതി വച്ചിരിക്കുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് അഭിനയിക്കാമെന്നല്ലാതെ ഭരണം അഭിനയമല്ല, ഭരണത്തിന് സ്ക്രിപ്റ്റില്ല. അവിടെ പരിണിതപ്രജ്ഞരായ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടു കൂടി, വകുപ്പ് സെക്രട്ടറിമാരുടെ സഹായത്തോടു കൂടി ഓരോ വകുപ്പുകളിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് മനസ്സിലാക്കി വേണം മന്ത്രി മുന്നോട്ട് പോകാൻ. അല്ലാതെ മന്ത്രി ഒരു മന്ത്രിയായി ഒരാൾ, അയാളുടെ മുന്നിൽ വരുന്ന ഫയലിൻ്റെ താഴെ ഒപ്പിട്ട് വിട്ടാൽ മതിയോ? ആ ഫയൽ വായിച്ചു നോക്കണ്ടേ, എന്താണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്, അതെങ്ങനെ നാട്ടിലെ ജനങ്ങളെ ബാധിക്കും, അത് നടപ്പാക്കുമ്പോൾ അല്ലെങ്കിൽ അത് നടപ്പാക്കാതിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഗുണദോഷങ്ങൾ ഉണ്ടാകുന്നത്, ഇത് ചിന്തിക്കാനുള്ള ശേഷി മന്ത്രിക്ക് വേണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ നമ്മുടെ രാജ്യത്ത് നിലനിന്ന് പോരുന്ന സിസ്റ്റം അതെന്താണെന്ന് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ വിജയ് ഒക്കെ ഈ കൊഞ്ചു ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയിൽ എന്ന് പറയുന്നത് പോലെ ആയിപ്പോവും. ഈ ചാട്ടം എത്തുന്നത് 356 വകുപ്പെടുത്ത് പ്രയോഗിക്കുക. അവിടെ ഇരിക്കുന്നത് അമിത്ഷായാണ്, അത് ഓർമ്മ വേണം. ഈ കാര്യത്തിൽ യാതൊരു ദയാദാക്ഷിണ്യങ്ങളും പ്രതീക്ഷിക്കേണ്ട. വളരെ ശക്തമായ നടപടികൾ കേന്ദ്രത്തിൽ നിന്നുണ്ടാവും. ഒന്നാമത് തമിഴ്നാടെന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായൊരു സ്റ്റേറ്റും കൂടിയാണ്. ശ്രീലങ്കയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചാൽ അത് വലിയ വലിയ വില കൊടുക്കേണ്ടി വരും അതിന്. ഇപ്പോൾ ഇത് പോട്ടെ, ഈ ജോൺ ആരോഗ്യസ്വാമി എന്ന് പറയുന്ന ആളിൻ്റെ പശ്ചാത്തലം വളരെ ദുരൂഹം കൂടിയാണ്. എങ്കിലും വിജയിൻ്റെ ഒരു അറിവില്ലായ്മയായി കരുതി ഒരു പക്ഷേ ഇതിനെ ആദ്യത്തെ തവണയല്ലേ എന്ന് പറഞ്ഞ് ഇതിനെ അവർ ലഘൂകരിച്ചേക്കാം. ഇതെപ്പോഴും ഈ ആനുകൂല്യം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ഇത് ഗുരുതരമായ ചട്ടലംഘനമാണ്, ഒരു സംശയവുമില്ല. ഒഫീഷ്യൽ സീക്രട്സി ആക്ട് അനുസരിച്ച് തീർച്ചയായിട്ടും അതിന് നടപടി ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ ഗവർണറുടെ കയ്യിലാണ് ഇപ്പോൾ പന്ത്. ഗവർണർ എന്ത് സ്വീകരിക്കുമെന്ന് നമുക്കറിയില്ല. ഗവർണർക്ക് പിന്നെ മുമ്പ് നോക്കാലോ, അദ്ദേഹം താൽക്കാലിക ചുമതലയും കൂടിയാണ്. അല്ല, ഗവർണർ നിയമോപദേശം തേടും ഈ വിഷയത്തിൽ. നിയമോപദേശം തേടിയിട്ടേ ഗവർണർ ഈ കാര്യത്തിൽ എന്തെങ്കിലും നടപടി ചിലപ്പോ ഒരു താക്കീതിൽ. രാജ്യത്ത് സംസ്ഥാനങ്ങളിൽ അല്ല, എനിക്കിത് ആദ്യമായിട്ടാണ്, ഞാനിങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. നമ്മൾ ഇതൊക്കെ ജേർണലിസം ഒക്കെ പഠിക്കുമ്പോഴും ഇത്തരം പല സംഭവങ്ങൾ നമ്മളിപ്പോൾ കേശവാനന്ദ ഭാരതി വിസസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. എല്ലാവർക്കും അറിയാം, ജേർണലിസം പഠിക്കാൻ പോകുന്ന എല്ലാവരും ഈ കേസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഇതൊരു വളരെ പെക്കൂലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് തീർച്ചയായിട്ടും ഇങ്ങനൊരു എണ്ണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജേർണലിസം വിദ്യാർത്ഥികൾ അത് അറിഞ്ഞിരിക്കും, കേട്ടിരിക്കും. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് ഒരു ചെറിയ കാര്യമല്ല, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതും വിജയനെ പോലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അറിഞ്ഞുകൂടാ, അറിവില്ലായ്മയാണെങ്കിൽ അത് അറിയുന്നവരോട് ചോദിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അല്ലാതെ ഞാൻ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ളത് ഈ രാജ്യത്ത് നടപ്പില്ല. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് വേണം ഭരിക്കാൻ. ഭരണഘടനയും അതിൽ നിന്നുണ്ടാകുന്ന വകുപ്പുകളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. ആ വകുപ്പുകളും ചട്ടങ്ങളും അനുസരിച്ച് വേണം ഭരിക്കാൻ. അല്ലാതെ ഏകാധിപത്യം അല്ല ഭാരതത്തിലുള്ളത്. അത് മനസ്സിലാക്കി വേണം വിജയ് അല്ല ആരാണെങ്കിലും മുന്നോട്ട് പോകാൻ.